ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് പരാതി നൽകി. ഫിലിം ചേംബറിനും സിനിമയുടെ ICCക്കുമാണ് പരാതി നൽകിയത്. ലഹരി ഉപയോഗിച്ച് സെറ്റിലെത്തിയ നടൻ തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന് വിൻസി ആരോപിച്ചിരുന്നു. വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ എക്സൈസ് വിവരങ്ങൾ തേടും. ഡാനി പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, ആരാണ് ആ നടൻ, ആരാണ് ആ പ്രമുഖ നടൻ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി കേരളം ചോദിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു ഉത്തരം വിൻസി തന്നെ പറഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായ പരാതി നൽകിയിരിക്കുകയാണ് ICCക്കും ഫിലിം ചേംബറിനും. എപ്പോഴായിരുന്നു വിൻസി പരാതി നൽകിയത്? വിൻസി എന്ത് പറയുന്നു, അതായത് ഈ വിഷയത്തിൽ ആദ്യം ഇനി പ്രതികരിക്കേണ്ടത് വിൻസി തന്നെയായിരുന്നു. ആരാണ് നടൻ എന്ന രീതിയിൽ തന്നെ പല ഇടങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഒപ്പം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അമ്മ ഒരു നിലപാടെടുത്തിരുന്നു. പേര് പറഞ്ഞാൽ നടപടികളിലേക്ക് പോകാം. അതിനു മുൻപ് അവർ മറ്റൊന്നും തന്നെ ഇതിൽ പറഞ്ഞിരുന്നില്ല. പിന്നീട് വലിയ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ താരസംഘടന പറഞ്ഞു വിൻസി ഇതിൽ അംഗമല്ല, എങ്കിൽ കൂടി തങ്ങൾ നടപടികൾ എടുക്കും. ഏതാണ് നടൻ എന്ന പേര് പറഞ്ഞു പരാതി നൽകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം എക്സൈസ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. വിൻസിൽ നിന്ന് ഇതനുസരിച്ച മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരുന്നു. അവിടെയും നിർണായകമാകുന്നത് ആരാണ് എന്ന വെളിപ്പെടുത്തൽ വേണമെന്നത് തന്നെയായിരുന്നു. ഇപ്പോൾ വിൻസി തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും പങ്കുവച്ചിരിക്കുന്നു എന്നതാണ്. ഫിലിം ചേംബറിനും ICCക്കും ഇത് സംബന്ധിച്ച് വിശദമായ രീതിയിൽ തന്നെ പരാതി നൽകിയിരിക്കുന്നു. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പേരാണ് വിൻസി പറഞ്ഞിരിക്കുന്നത്. ആ നടൻ ഷൈൻ ടോം ചാക്കോയാണ് എന്നാണ് വിൻസി പറഞ്ഞിരിക്കുന്നത്. പോയ വർഷം ഒക്ടോബറിലാണ് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ്, അതിൻ്റെ ചിത്രീകരണത്തിൽ വെച്ചാണ് തനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായ ഈ സംഭവങ്ങൾ നടന്നതെന്ന് വിൻസി പറഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായിട്ട് തന്നെ വിൻസി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഷൈൻ ടോം ചാക്കോയിലേക്കാണ് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നീങ്ങുക. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിൻസി പറഞ്ഞു ഒരു നടനിൽ നിന്ന് വളരെ മോശമായ ഒരു അനുഭവം തനിക്ക് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പരസ്യമായി സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നു, ഒരു വെളുത്ത പൊടി വായിൽ നിന്ന് തുപ്പിക്കളയുന്ന അടക്കം താൻ കണ്ടുവെന്ന് പറയുകയും ചെയ്തിരുന്നു. ഒപ്പം അവർക്കൊക്കെ സിനിമയുണ്ട്, താനാണ് ഇപ്പോൾ അതിന് പുറത്തേക്ക് പോകുന്നത്. ഇതിൻ്റെ പേരിൽ സിനിമ ഇല്ലാതായാലും തനിക്ക് കുഴപ്പമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വിൻസി വെളിപ്പെടുത്തുകയും ചെയ്തു. വിൻസി തുറന്നു പറയുകയും ചെയ്തിരുന്നു. തൻ്റെ നിലപാടിൽ ശക്തമായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചു. ഈ ഫീൽഡിൽ നിന്ന് താൻ ഔട്ടായാൽ പോലും തനിക്കത് വിഷയമല്ല, തനിക്കൊരു നിലപാടുണ്ട് എന്നവർ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അമ്മയടക്കം താരസംഘടന അമ്മയടക്കം ഇതിലേക്ക് ഒരു നിലപാടെടുക്കാൻ പോലും അവർക്ക് വരേണ്ടി വന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ ഒരു അഡ്ഹോക് കമ്മിറ്റി ചേർന്നിരുന്നു. അവർ വ്യക്തമാക്കിയത് പരാതി നൽകിയാൽ വ്യക്തമായ രീതിയിൽ പേര് പറഞ്ഞുകൊണ്ട്, സ്വാഭാവികമായും അത് ആ രീതിയിൽ തന്നെ വേണം, പേര് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയാൽ കൃത്യമായും നടപടികളിലേക്ക് നീങ്ങാമെന്ന് അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇനി താരസംഘടനയ്ക്ക് അടക്കം ഇതിൽ പ്രതികരിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ എക്സൈസിന് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. കാരണം കൃത്യമായ രീതിയിൽ തന്നെയും ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. സ്വാഭാവിക നടപടികളിലേക്ക് നീങ്ങും. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിൻസിയുടെ മാത്രം മൊഴിയെടുക്കുക എന്ന രീതിയിലായിരുന്നു. കാരണം മറ്റൊന്നും അവർ വെളിപ്പെടുത്തിയിരുന്നില്ല. ഇനിയിപ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ അടക്കം ഇപ്പോൾ എക്സൈസിന് മുന്നിലേക്ക് എത്തേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അന്ന് വിൻസി പറഞ്ഞിരുന്നൊരു കാര്യം, സംവിധായകനും നിർമ്മാതാവിനും എല്ലാം തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് താൻ ആ സിനിമയിൽ തുടർന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവർക്ക് ഇതെല്ലാം അനുഭവമുള്ളവരാണ് എന്ന രീതിയിൽ തന്നെയാണ് വിൻസി പറഞ്ഞു വെച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ അണിയറ പ്രവർത്തകരും ഇതിന് ഉത്തരം നൽകേണ്ടി വരും. അവരും എക്സൈസിൻ്റെ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം എത്തണം. അതോടൊപ്പം തന്നെയാണ് ഫിലിം ചേംബറും ICCയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നതാണ്. ഉടൻ അവർ ഈ കാര്യങ്ങൾ നേരത്തെയും അവർ വ്യക്തമാക്കിയിരുന്നത്, കൃത്യമായ രീതിയിലുള്ളൊരു പരാതി ഉണ്ടെങ്കിൽ ആർക്കെതിരെയാണ് പരാതി, ആരിൽ നിന്നാണ് ഈ ബുദ്ധിമുട്ടുണ്ടായ അനുഭവങ്ങൾ ഉണ്ടായത്, ആരാണ് സെറ്റിൽ ലഹരി ഉപയോഗിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയാൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഇനിയും അവരും നടപടികളിലേക്ക് കടക്കണം. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് വ്യാപകമായ രീതിയിലുള്ള ആക്ഷേപങ്ങളും പരാതികളും അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നിരുന്നു. അതിൽ ചില അന്വേഷണത്തിന് പോലും ചില ഘട്ടങ്ങളിൽ ഏജൻസികൾ തയ്യാറെടുത്തു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല. ഇവിടെ എല്ലാം കൃത്യമായി പോകുന്നു എന്ന രീതിയിൽ തന്നെ, ഞങ്ങൾക്കിവിടെ ഒരു അച്ചടക്കമുണ്ട് എന്ന രീതിയിൽ തന്നെ സിനിമാ ലോകത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കഴമ്പില്ല എന്ന രീതിയിൽ തന്നെ കാര്യങ്ങളാണ് ഇപ്പോൾ വിൻസിയുടെ ഭാഗത്തു നിന്നുള്ള ഈ വെളിപ്പെടുത്തലടക്കമുണ്ടാകുന്നത്. കാരണം സെറ്റിൽ വെച്ച് തന്നെയും ലഹരി ഉപയോഗം താൻ കണ്ടു. ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ സജി നന്ദ്യാട്ട് നിർമ്മാതാവ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സജി നന്ദ്യാട്ട്, വിൻസി
പേര് വെളിപ്പെടുത്തിയിരിക്കുകയാണ്, ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ. താങ്കൾ ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും സിനിമാ പ്രേക്ഷകരുമൊന്നും ഈ പേര് കേട്ട് ഞെട്ടാൻ സാധ്യതയൊന്നുമില്ല. കാരണം ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് ഈയിടെയായി തുടർച്ചയായി കേൾക്കുന്ന ഒരു പേര് തന്നെയാണിത്. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, അത് ഫിലിം ചേംബറിനെ സർക്കാർ മോണിറ്ററിംഗ് കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് എല്ലാ യൂണിറ്റിലും എല്ലാ ലൊക്കേഷനിലും IC രൂപീകരിച്ചിട്ടുണ്ട്. ഈ ലൊക്കേഷനിൽ IC ഉണ്ടായിരുന്നു. വിൻസിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു അവിടെ വെച്ച്. ആ പരാതി IC ഉള്ള മെമ്പർമാര് വനിതകളായിരുന്നു, 3 പേർ, അവിടെ 5 പേരില് അവർ പ്രതികരിച്ചു. പിന്നീട് വിൻസി ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുത്തപ്പോഴാണ് ഈ ഒരു കാര്യം അയവിറക്കിയത്. അങ്ങനെ വന്നപ്പോൾ ഇന്നലെ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങൾ വിൻസിയെ വിളിച്ചിരുന്നു. നമ്മുടെ ചെയർമാൻ ആയിരുന്നത് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ B. സുരേഷ് കുമാറാണ്. പ്രസിഡന്റ് BR ജയിക്കും. ഞാൻ ചേംബർ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളെല്ലാം വിളിച്ചു. ഞങ്ങളുടെ കൂടെയുള്ള റാണി, ഞങ്ങളുടെ കൂടെയുള്ള വനിതാ മെമ്പർമാരെല്ലാം വിളിച്ചു. വിൻസിയോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ വന്നപ്പോൾ വിൻസി കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇന്നലെ രാത്രിയിൽ വിൻസി ഞങ്ങൾക്ക് ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരാതി അനുസരിച്ച് ശക്തമായ നടപടികൾ ഉണ്ടാവും. ഏത് തരത്തിലുള്ള നടപടിയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ആസ് എ ജനറൽ സെക്രട്ടറി, കമ്മിറ്റിയാണ് തീരുമാനം എടുക്കേണ്ടത്. എങ്കിലും എന്റെ അഭിപ്രായം അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കുറെ നാളത്തേക്കിടെങ്കിലും മാറ്റി നിർത്തിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നന്നായി വരാൻ, നല്ലൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നന്നായി വരട്ടെ. അപ്പോൾ അതിനുവേണ്ടി ഒരു അവസരം കൊടുക്കണം. അങ്ങനെ മാറ്റി നിർത്തണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് കമ്മിറ്റിയാണ്. ഞങ്ങൾ അടിയന്തര കമ്മിറ്റി വിളിക്കുന്നുണ്ട്. ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രസിഡന്റ് ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു അടിയന്തര കമ്മിറ്റി വിളിക്കാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കമ്മിറ്റി വിളിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും. ശക്തമായ നടപടി എടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എല്ലാ ലൊക്കേഷനിലും ഞങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി V. രാകേഷ് പറഞ്ഞ പോലെ എല്ലാ ലൊക്കേഷനിലും പോലീസ് എക്സൈസ് പരിശോധന നടത്തണം. ഞങ്ങൾക്ക് നിയമം കൈയെടുക്കാൻ അവകാശമില്ല. പക്ഷേ ഞങ്ങൾ ഇങ്ങനെയുള്ള ലഹരി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു. കാരണം ഷൂട്ടിംഗ് മുടങ്ങുമ്പോൾ സാമ്പത്തികം നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക്, ഞങ്ങളുടെ ആൾക്കാർക്കാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ സുതാര്യമായിരിക്കണം. പെൺകുട്ടികൾ ആരായാലും ലൊക്കേഷനിൽ സുരക്ഷിതരായിരിക്കണം. വിൻസി ആലോചിച്ചത് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഇന്നലെ രാവിലെ മുതൽ ഞാൻ വിൻസിയൊക്കെ അറിയാം. ഞങ്ങൾ വിളിച്ചു, ഞങ്ങൾ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ശക്തമായ നടപടിയെടുക്കും. ശ്രീ സജി നന്ദിയാട്ടെ, ഇവിടെ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഷൈൻ ടോം ചാക്കോ ആയതുകൊണ്ടാണ്. ഇത് ആദ്യമായിട്ടല്ല ഷൈനെ ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ആ പേര് നമ്മൾ കേൾക്കുന്നത് എന്നുള്ളതാണ് സാഹചര്യം. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നേരത്തെയും താക്കീതുകളൊക്കെ നൽകിയിരുന്നതാണ്. ഇനി ഒരു താക്കീതിൽ മാത്രം ഒതുക്കേണ്ട വിഷയമാണോ ഇത്? അല്ല, ഇന്ന് താക്കീതൊന്നും കൊടുക്കുന്ന പരിപാടിയില്ല. താക്കീതൊന്നും അല്ല. അത് നിങ്ങൾ എന്തായാലും കാത്തിരുന്ന് കാണുക. അടുത്ത ദിവസം കാത്തിരുന്ന് കാണുക. നിയമപരമായിട്ടുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്യുമോ? ഞങ്ങളുടെ പ്രസിഡന്റും ചെയർമാനും എല്ലാവരും വേണമല്ലോ. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞതിലേക്ക് അർത്ഥമില്ല. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ ശക്തമായ നടപടി. താക്കീതൊന്നും ആയിരിക്കത്തില്ല, അത് ഉറപ്പ് തരാം. ഈ സിനിമയിൽ ഉള്ള വിലക്ക് താൽക്കാലികമായി കുറച്ച് നാളത്തേക്കുള്ള ഒരു വിലക്ക് എന്നുള്ള നിലയിലായിരിക്കും അല്ലേ നടപടി? അങ്ങനെ വിലക്കെന്നുള്ളതല്ല, സഹകരിക്കാതിരിക്കുക. കാരണം കുറച്ച് നാളത്തിന് ഞങ്ങൾ വിലക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നിങ്ങൾ തന്നെ വിലക്കെന്ന് പറഞ്ഞ് ഇറങ്ങുമല്ലോ. ഇതല്ലേ പ്രശ്നം. ഞങ്ങൾക്കിപ്പോ നടപടി എടുത്താൽ നിങ്ങൾ നേരെ ഞങ്ങൾക്കെതിരായിട്ട് തിരിയും. നടപടി എടുക്കാതിരുന്ന ഒന്നും വയ്യാത്ത അവസ്ഥയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും നടപടി എടുക്കും, ഉറപ്പാണ്. ഓക്കെ, നിയമപരമായിട്ട് ഉള്ള നടപടികൾക്ക് നിയമപരമായ നടപടി എടുക്കുന്നത് ഞങ്ങളല്ല, അത് സർക്കാരാണ്. ജുഡീഷ്യറി ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, അവരാണ്. സംഘടനാപരമായ നടപടി ഞങ്ങൾ എടുക്കും. ശരി, വളരെ നന്ദി ശ്രീ സജി നന്ദിയാട്ട് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, എന്തായാലും സംഘടനാപരമായ നടപടി ഉണ്ടാകും, തക്കതായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഫിലിം ചേംബർ പ്രതിനിധി ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇതിൽ എക്സൈസ് ഏത് തരത്തിൽ ഇടപെടും ഡാനി? ഇതിൽ കഴിഞ്ഞ കുറേ നാളുകളായി എക്സൈസിന് ലഭിക്കുന്ന വിവരങ്ങൾ, കാരണം നമ്മൾക്കറിയാം ഈ കേസുകളുമായി, ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട പിടികൂടുന്ന പലരും തന്നെ അവർക്ക് എവിടെയെങ്കിലും ഒരു സിനിമാ കണക്ഷനിലേക്ക് എല്ലാം തന്നെ നീങ്ങുന്നു. അടുത്തിടെ ആലപ്പുഴയിലാകട്ടെ, പിന്നീട് ഇടുക്കിയിലാകട്ടെ വന്ന കേസുകളിലെല്ലാം തന്നെ ആരെങ്കിലുമായി ബന്ധം വരികയും അതോടൊപ്പം ഈ രീതിയിൽ സിനിമാ മേഖലയെ ഒന്നാകെ ഈ പുകമറയിൽ നിർത്തുന്ന രീതിയിലേക്ക്